PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് SITയുടെ തീരുമാനം. ഇതുവരെ 130 പരാതികളാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേടിൽ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കേസിൽ പ്രതികളുടെ പട്ടിക വൈകാതെ SIT കോടതിയിൽ സമർപ്പിക്കും. റഹീസ് റഷീദ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. റഹീസ്, അപ്പോൾ തെളിവ് ശേഖരണം വേഗത്തിലാക്കി എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ഷിഹാസ്, കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. PSC അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. PSC ഓഫീസിലെത്തി SIT പരിശോധനകൾ നടത്തി ചില രേഖകൾ പരിശോധിച്ചിരുന്നു. ആ രേഖകൾ കോടതിയിൽ നൽകുന്നതിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി നൽകണം എന്ന് SIT PSCയോട് ആവശ്യപ്പെട്ടപ്പോൾ അതവർ ചെയ്തിട്ടില്ല. പകരം അത് നൽകാൻ കഴിയില്ല എന്ന് രേഖാമൂലം മറുപടി നൽകിയതുമില്ല. കോടതിയെ സമീപിക്കാനാണ് PSCയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അന്വേഷണം കുറച്ചുകൂടി നിയമപരമായ കുരുക്കിലേക്ക് പോകും. ഇന്നലെ SIT 3 ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് പരീക്ഷ ഓൺ സ്ക്രീനിംഗ് മാർക്കറ്റിംഗ് വിഭാഗങ്ങളിലെ ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി ഈ പദവികളിൽ ഇരിക്കുന്ന 3 പേരെയാണ് ചോദ്യം ചെയ്തത്. അതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത്. 2 പേർ വിരമിച്ച ആളുകളാണ്. ഇവരിൽ നിന്ന് പ്രധാനമായും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഇവരിൽ പലർക്കും ഈ തട്ടിപ്പിന്റെ ഭാഗമാണോ എന്ന സംശയം SITക്കുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു അവരെ ചോദ്യം ചെയ്തത്. ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ശരി റൈസ്.